അപ്പോൾ അങ്ങനെ കാത്തിരുന്ന് നമ്മുടെ ക്രിസ്മസ് ഇങ്ങടുത്തു അല്ലേ. അപ്പോൾ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ഒത്തിരി ക്രിസ്ത്യൻ ഫാമിലീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവരുടെയൊക്കെ ഇടവക പള്ളിയിൽ നിന്ന് കാരോൾസ് വന്നു. അപ്പോൾ ഇന്നലെ ഇന്നുമൊക്കെ ആയിട്ടാണ് കാരോൾസ് വന്നത്. അപ്പോൾ ഞങ്ങളുടെ അതിന് മുന്നോടിയായിട്ട് കുറച്ച് ഡെക്കറേഷൻസൊക്കെ ഞങ്ങൾ ചെയ്തു കേട്ടോ വീട്ടിൽ, ലൈറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ ശാന്തമ്മ വന്നപ്പോൾ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു ലൈറ്റൊക്കെ ഇടാനായിട്ട്. അങ്ങനെ ഞാനും വിസ്മയും ശാന്തമ്മയും കൂടി കുറച്ച് ലൈറ്റൊക്കെ തൂക്കി കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ലീമയുടെ വീട്ടിലാണ് ഇന്നലെ വന്നത് ക്രിസ്മസ് കരോള്. അപ്പോൾ ലീമയുടെ വീട്ടിലെ ഒരു ക്രിസ്മസ് ട്രീ എന്ന് പറയുന്നത് വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ളതായിരുന്നു കേട്ടോ. ലീമയുടെ മക്കൾ എഡിസയും അമ്മയും കൂടി ഒരു 400 ബുക്സ് വെച്ചിട്ടുള്ള ക്രിസ്മസ് ട്രീ ആയിരുന്നു കേട്ടോ. എത്ര മനോഹരമായിട്ടാണ് കുട്ടികൾ അത് ഉണ്ടാക്കിയത് നോക്ക്, നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ക്രിസ്മസ് ക്രിബാണെങ്കിലും പറയാൻ വാക്കുകളില്ല, അത്രയും മനോഹരമായിരുന്നു. ലൈറ്റുകളും ക്യാസിലും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കരോളും പ്രയറും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഹൈലൈറ്റ് വൈനും കേക്കും ആയിരുന്നു. അപ്പോൾ അത് ടേസ്റ്റ് ചെയ്യാനായിട്ട് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അത് കഴിഞ്ഞ് ഇന്ന് വൈകുന്നേരം ദിവ്യയുടെ വീട്ടിലായിരുന്നു കേട്ടോ ക്രിസ്മസ് കരോൾ വന്നത്. ദിവ്യയുടെ വീട്ടിലെ ക്രിസ്മസ് ക്രിബ് സൂപ്പറായിരുന്നു കേട്ടോ. ദിവ്യയുടെ കഴിവ് മുഴുവൻ അതിൽ പ്രകടമായിരുന്നു. നല്ല അടിപൊളി ക്രിസ്മസ് ക്രിബായിരുന്നു കേട്ടോ. ഒത്തിരി കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ ക്രിസ്മസ് കരോളിൽ. ഡാൻസും പാട്ടും ഒക്കെ ഇട്ട് നല്ല അടിപൊളിയായിരുന്നു. പിന്നെ കുറച്ച് സ്നാക്സും സോഫ്റ്റ് ഡ്രിങ്ക്സും വൈനും കേക്കും ഒക്കെ ടേസ്റ്റ് ചെയ്യാൻ തന്നായിരുന്നു കേട്ടോ ഞങ്ങൾക്കൊക്കെ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസ് നവവത്സര ആശംസകൾ.